മാമ്പഴ സീസണിൽ നമ്മൾ കുറച്ച് മാങ്ങാപ്പഴം എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ? അത് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല അടിപൊളി മാമ്പഴ കൂട്ടാൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മളിതാ ഓരോ കറിക്ക് പാകത്തിനായിട്ടാട്ടോ മാങ്ങ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേ മാങ്ങാപ്പഴം എല്ലാം കൽച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകൊക്കെ ഇട്ടാണ് വേവിച്ച് വെച്ചത്. എന്നാലും കറി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ മാങ്ങാപ്പഴത്തിന് കുറച്ച് അധികം പുളിയുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ ശർക്കരയുടെ ആവശ്യമില്ല കേട്ടോ. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് അരപ്പൊടി വെക്കാം. അരപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം, ഒരു ചെറിയ സ്പൂൺ നിറച്ചും ജീരകം, കറിവേപ്പില, പിന്നെ കുറച്ച് കാന്താരിമുളക് ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല കേട്ടോ. അത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാവേ. ആ ഒരു സമയം കൂടെ നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് ആ അരപ്പ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല കട്ട തൈര് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അടിച്ചു വെക്കാം കേട്ടോ. അതിലും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാവേ. കറിവേപ്പില എന്തോരം ഉണ്ടെങ്കിലും അത് നല്ലതാണല്ലോ. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മോരൊഴിച്ച് കൊടുക്കാവേ. മോരും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തിളയ്ക്കാൻ വിടരുത് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും, അതിൻ്റെ ഒരു ടേസ്റ്റേ അങ്ങ് മാറേ. പയ്യെ ഒന്ന് നന്നായിട്ട് പത വരുമ്പോഴത്തേക്കും ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് തുടങ്ങും കേട്ടോ. ഈ ഒരു പരുവാകുമ്പം ഇനി അതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി കടുക് വറുത്തിടാം. കടുക്, കുറച്ച് ഉലുവ, പിന്നെ കുറച്ച് അധികം വറ്റൽ മുളക്, കറിവേപ്പിലയും കുടിച്ചെടുത്ത് കടുക് വറുത്തും കിട്ടാണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴക്കൂട്ടാൻ റെഡി കേട്ടോ. ഇതൊന്ന് മാത്രം പോരെ ചോറ് കഴിക്കാനായിട്ട്. നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പം ഇനി മാമ്പഴക്കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.